മരണം ഇപ്പോഴൊന്നും വരില്ലെന്ന് അഹങ്കരിക്കുന്നവരാണ് നാം. എന്നാൽ എന്റെയും നിങ്ങളുടെയും മരണം എപ്പോഴാണെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. മരണത്തിൽ നിന്നും എത്ര ഓടിയാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. എന്തിനേറെ, നടക്കുമ്പോൾ ഒരു പഴത്തൊലിയിൽ ചവിട്ടി തെന്നിമറിഞ്ഞാൽ അവസാനിക്കാം നമ്മുടെ ഈ ജീവിതം. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് ഓർക്കൂ. ഇനി പ്രിയപ്പെട്ട മക്കളെക്കുറിച്ച് ഓർക്കൂ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കൂ. അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കുറിച്ച് ഓർക്കൂ. മനോഹരമായ നിങ്ങളുടെ വീടുകളെക്കുറിച്ച് ഓർക്കൂ. നിങ്ങളുടെ വാഹനങ്ങളെയും സ്വത്തുക്കളെയും കുറിച്ച് ഓർക്കൂ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളെക്കുറിച്ച് ഓർക്കൂ. ഇനി നിങ്ങൾ മരിച്ചു കിടക്കുന്നതായി ഒന്ന് സങ്കല്പിക്കുക. വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളെ കിടത്തിയിരിക്കുന്നു. ചുറ്റും നിങ്ങളുടെ അടുത്തവർ നിൽക്കുന്നു. എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. സന്തൂക്കിലേക്ക് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ശരീരം എടുത്തു വെക്കുന്നതായി ഓർത്തു നോക്കൂ. ആ സന്തൂക്കും എടുത്ത് നിങ്ങളെ മസ്ജിദിലേക്ക് കൊണ്ടുപോകുന്നു. മസ്ജിദിൽ വെച്ച് മയ്യത്തിന്റെ പിന്നിൽ നിങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്നതായി ഒന്ന് സങ്കല്പിക്കുക. ഇനി മസ്ജിദിൽ നിന്നും നിങ്ങളെ ഖബറിലേക്ക് എടുക്കുന്നു. ഖബറിലേക്ക് നിങ്ങളുടെ മയ്യത്ത് താഴ്ത്തുന്നു. എന്നിട്ട് മണ്ണ് നിങ്ങളുടെ കവിളത്ത് വെക്കുന്നു. പിന്നീട് പലകയിട്ട് മൂടുന്നു. ആ പലകയുടെ മുകളിൽ മണ്ണിട്ട് മൂടുന്നു. അതിനുശേഷം മക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും നടന്നു നീങ്ങുന്നു. മണ്ണിനടിയിൽ നിങ്ങൾ മാത്രം. കോടിക്കണക്കിനുള്ള നിങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവരുടേതായി. ആ സമ്പാദ്യം കൊണ്ട് നിങ്ങളെന്ത് നേടി? നിങ്ങളുടേതല്ലാതായി തീർന്ന സമ്പാദ്യം നേടാനായിട്ടായിരിക്കും ഒരുപാട് അക്രമങ്ങൾ നിങ്ങൾ ചെയ്തതും ചൂഷണം നടത്തിയതും മറ്റുള്ളവരെ ദ്രോഹിച്ചതും. അവസാനം അങ്ങനെ നേടിയ സമ്പാദ്യം മറ്റുള്ളവരുടേതാവുകയും അത് നേടാനായി നിങ്ങൾ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടതായും വരുന്നു. അവിടെയാണ് പണം നിങ്ങൾ എങ്ങനെ സമ്പാദിച്ചുവെന്നതും എങ്ങനെ ചിലവഴിച്ചു എന്നതും പ്രധാനമാണെന്ന് ഇസ്ലാമിന്റെ ഉത്ബോധനത്തിന്റെ പ്രസക്തി. അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള പണം എല്ലാ അർത്ഥത്തിലും എങ്ങനെയാണ് നിങ്ങളുടേതാക്കാൻ കഴിയുക? നാം ചിന്തിക്കേണ്ട വിഷയമാണ്. ആയിരക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിലും ആ രൂപ നമുക്ക് ഭക്ഷിക്കാൻ കഴിയില്ല, കുടിക്കാൻ കഴിയില്ല. എന്നാൽ ആ രൂപ ഏറ്റവും ഉന്നതമായ രീതിയിൽ ഉപകരിക്കാവുന്ന ഒരു മാർഗമുണ്ട്. അതെന്താണ്? കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും അതുകൊണ്ട് ഉപകരിച്ചില്ലെങ്കിൽ ആ പണം യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല. പണം കൊണ്ട് നിങ്ങൾ ഒരു കഷ്ണം റൊട്ടി വാങ്ങിയെന്ന് കരുതുക. അടുത്ത നിമിഷത്തിൽ നിങ്ങൾ മരിച്ചുപോയാൽ അത് നിങ്ങളുടേതല്ലാതെയായി തീരും. മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ള രൂപ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് സമീപിക്കുന്ന വ്യക്തിക്ക് വെച്ച് നീട്ടുക. അയാൾക്ക് അത് നൽകുന്നു. ആ നിമിഷത്തിൽ ആ പണം നിങ്ങളുടേതായി മാറും. കാരണം അതിനുള്ള പ്രതിഫലം പരലോകത്ത് വെച്ച് പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് നിങ്ങൾ നേടിയ സമ്പത്ത് ഏറ്റവും നല്ല രീതിയിൽ ദാനധർമ്മത്തിലൂടെ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ചെലവഴിക്കുവാൻ ശ്രമിക്കുക. അസ്സലാം.